നമ്മൾ വന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രോഗ്രാം കിട്ടുമായിരിക്കാം. അതല്ല, നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ തൊഴിലിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ തൊഴിൽ എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ പ്രതിസന്ധിയിലാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയും ഇതുവഴി നേരിട്ടുള്ള ബുക്കിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും 500 പേര് അകത്തേ ഉള്ള നമ്മൾ 5 സംഘടനയായിരിക്കുകയാണ്. വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാലഘട്ടമാണല്ലോ. അൺസീസണായ സമയത്ത് ഏക വരുമാനം ഓണമാണ്, അതറിയും നമുക്ക് നിലച്ചുപോയി. എന്നിട്ട് നമ്മളാരും പഠിക്കുന്നില്ല. വീണ്ടും സംഘടനകൾ. എന്തിനാണ് ഇങ്ങനെ സംഘടന എന്നാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. അധികാരമോഹങ്ങളാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിൽ നിന്ന് ഓരോന്ന് പിളർന്നു പോകുന്നത് അധികാരമോഹങ്ങൾ കൊണ്ടാണ്. ജീവിതം വഴിമുട്ടിയാണ്, അത് നമ്മളാരും ചിന്തിക്കുന്നില്ല. നമ്മുടെ വരുമാനമാക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സോഷ്യൽ മീഡിയയും ഈ നേരിട്ടുള്ള ബുക്കിംഗ് കൊണ്ട്. ഒരു കാലത്ത് ഞാൻ ടെലിഫോൺ ബുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വരുമാനം എനിക്കുണ്ടായിരുന്നു. ഈ മൊബൈലാണ് അതെല്ലാം നിശ്ചലമാക്കിയത്. ഇന്നും അതുപോലെ തന്നെയാണ്. ഈ മൊബൈലാണ് നമ്മുടെ ഏജൻസികളുടെ വരുമാനം നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലൊക്കെ നമ്മൾ പറയുകയുണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ, എല്ലാ ഏജൻസി സംഘടനയും ഒരുമിച്ച് അവർ ഒത്തൊരുമിക്കത്തില്ല, എന്നാലും ഒരു രഹസ്യമായിട്ടൊരു കൂട്ടായ്മ, ഒരു സർക്കുലർ ഇറക്കുക. അന്ന് നടന്നു. ആ 1 വർഷം നല്ല രീതിയിൽ പോയി. പിന്നെ അത് പല താളത്തിൽ വന്നു. അതിനാണ് ഇത്തവണയും ഞങ്ങളെല്ലാവരും അഭിപ്രായപ്പെട്ട് നമ്മൾ 5 പേരെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ. അവിടെയും എതിർപ്പാണ്. ഒരു സംഘടന മാറി നിൽക്കുകയാണ്. അവരെന്തുകൊണ്ടാണ് അതിന് നേട്ടമെന്ന് നമുക്കറിയില്ല. അവർ മാറി നിൽക്കുന്നു. അതും ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരുമിച്ച് നിന്നാൽ 500 പേരിലും ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ, 500 അകത്തേ ഉള്ളൂ, അത് ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സമിതികളും നേരിട്ട് ബുക്ക് ചെയ്യില്ലെന്ന് തീർച്ചയായും ഉറപ്പുണ്ട്. ആരും ബുക്ക് ചെയ്യില്ല. നേരിട്ട് നമ്മൾ മുഖാന്തരം അവർ ബുക്ക് ചെയ്യൂ. അത് ഒരുമിച്ച് നിൽക്കണം. സംഘടനകള് ആദർശങ്ങൾ പലതും കാണും. അതുകൊണ്ട് സംഘടനകൾ 2-3 ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.